ഡോക്ടർ, നമ്മുടെ വിമൻ്റെ പ്രശ്നം വളരെ യുണീക്കാണ്. അപ്പോൾ അവരുടെ മെൻസ്ട്രൽ സർക്കിള്, ആ സൈക്ലിക്കലായിട്ടുള്ള ഇഷ്യൂ, അതുപോലെ തന്നെ പിന്നീടുണ്ടാകുന്ന അവർക്ക് പെയിന്, ഡിസ്മെനോറിയ പോലുള്ളത്, മേനുപോസ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ എടുക്കുമ്പോൾ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ന്യൂട്രീഷണൽ മെഡിസിൻ നമുക്ക് പൊതുവെ സ്ത്രീകൾക്ക് നമുക്ക് എത്രമാത്രം പ്രയോജനപ്രദമാണ് അവരുടെ ഹെൽത്ത്, ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പം ഏത് രീതിയിലുള്ള ഒരു ഇതായിരിക്കും വിമൺ ഏറ്റവും നല്ലത്? ഇന്നൊരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് സ്ത്രീകളുടെ എടുത്തു കഴിഞ്ഞാൽ മേ ബി സ്റ്റാർട്ടിങ് ഫ്രം ടീനേജ്, ഇവർക്ക് ഉള്ള വെച്ചാൽ ഇവർക്ക് ഒരു 2 ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവര് അവരുടെ ലൈഫിൽ എക്സൽ ചെയ്യാൻ വേണ്ടി പലതും ചെയ്യും. ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ജോലി, പഠിത്തം, അങ്ങനെയെല്ലാം പോകുന്നു. അതേപോലെ തന്നെ അവരുടെ ഈ ഹോമിലെ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഡിമാൻഡ് ഭയങ്കര കൂടുതൽ. ഇത്രയും ഡിമാൻഡ് ഉള്ളപ്പോൾ അതിനനുസരിച്ചുള്ളത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് അവരുടെ ആ ഒരു ഏജിലുള്ള ഒരു മെയിലിനേക്കാളും വളരെ വളരെ കൂടുതൽ റിക്വയർമെന്റ്, പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ അവര് പലപ്പോഴും എനിക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുകൂടെ ഒരു ആണുങ്ങൾക്ക് കൊണ്ടുകൊടുത്തുകൊണ്ട് സ്ത്രീകൾ കുറച്ച് കൺസർവേറ്റീവ് നിൽക്കുന്ന അങ്ങനത്തെ കുറെ മൈൻഡൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇന്ന് മാറേണ്ട കാലഘട്ടം. കാരണം ദേ നീഡ് മോർ, അവർക്ക് കൂടുതൽ കൊടുത്താൽ മാത്രമേ അവർക്ക് അടുത്ത ജനറേഷനെ നന്നായിക്കൊണ്ടു. കാരണം ഇവരുടെ കയ്യിലാണ് അടുത്ത ജനറേഷൻ ഇരിക്കുന്നത്. ഇപ്പം ഇപ്പോഴും ഒരു കഴിഞ്ഞ ദിവസം ഒരു ലാസ്റ്റ് വീക്ക് ഒരു റിസർച്ച് പബ്ലിക്കേഷൻ വന്നു ഓസ്ട്രേലിയയിൽ നിന്ന്. ഇന്ന് എന്ത് കഴിച്ചോ, അപ്പം ആ ഒരു പ്രഗ്നൻസി സമയത്തോ അതിന് മുമ്പോ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചിരിക്കുന്ന അവരുടെ ഗ്രാൻഡ് ചൈൽഡിന്റെ ഹെൽത്ത്. അത്രയ്ക്ക് ദൂരവ്യാപകമായ ഒരു ഇതാണ് വരുന്നത്, ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, ഒരു ലൈഫിലെ വരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കൺസേണും ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ്, എസ്പെഷ്യലി റീപ്രൊഡക്റ്റീവ് ഏജ്. അല്ല, പർട്ടിക്കുലർലി പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴേ പിന്നെ ഒന്ന് സ്ത്രീകൾ ഒരുപാട്, എൻ്റെ സ്റ്റുഡൻസ് പലരും വരുന്നത് ഭയങ്കര ആഗ്രഹത്തോടു കൂടി പ്രഗ്നന്റ് ആയി, ചുരുങ്ങിയ കാലം കഴിയുമ്പോഴത്തേക്ക് അത് അബോർഷനായി പോയി, വീണ്ടും പ്രഗ്നന്റ് ആയി, വീണ്ടും അബോർഷനായി, വീണ്ടും പ്രഗ്നന്റ് ആയി. ഇത് ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് തന്നെ. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് അതല്ല പ്രഗ്നൻസി മുന്നോട്ട് പോവുകയാണെങ്കിൽ ന്യൂട്രീഷണൽ മെഡിസിനിൽ എന്തൊക്കെ അവർക്ക് ഒരു പാർശ്വഫലവും ഇല്ലാതെ കുഞ്ഞിനെയും ബാധിക്കാത്ത രീതിയിൽ, ഇൻക്ലൂഡിങ് സൈക്കാട്രിക് ഇഷ്യൂസ് പോലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂട്രീഷൻ എക്സ്പെർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ മെഡിസിൻസ് ഒന്നുമില്ല. ന്യൂട്രീഷണൽ ഇൻഫ്ലുവൻസ്, ന്യൂട്രീഷൻ ഇന്റർവെൻഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ന്യൂട്രീഷനലി അവർ കറക്റ്റ് ആയിരിക്കണം. ഒരു പ്രഗ്നൻസിയോ അല്ലെങ്കിൽ അബോർഷൻ വരാതിരിക്കണമെങ്കിലോ, അല്ലെങ്കിൽ അബോർഷൻ നോർമൽ പ്രഗ്നൻസി ഡെലിവറിയും കഴിഞ്ഞ് അവരുടെ മെന്റൽ ഹെൽത്ത്, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, ഇത് ഭയങ്കര പ്രശ്നമാണ്. ഡിപ്രഷനൊക്കെ അടിച്ച് പല പ്രോബ്ലം, കുട്ടിയെ നോക്കാൻ പറ്റത്തില്ല, പലതുണ്ട്. അപ്പൊ തന്നെ എനിക്ക് ധാരാളം കേസ് വരുന്നു. പലരും വരുന്നത് എന്നിട്ട് ഈ സ്ത്രീകൾ തന്നെ പലരും പല ടൈപ്പ് ഓഫ് ഡ്രഗിനകത്തോട്ട്, ഒന്നുകിൽ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആയിരിക്കാം, ഏതെങ്കിലുമൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒന്നെടുത്ത് ചോദിച്ചത് സൈക്യാട്രി മരുന്ന് കഴിക്കുന്നതിന് നല്ല മറ്റുള്ള ഡ്രഗ്സ് കഴിച്ചത്. അപ്പം ആരും അറിയത്തുമില്ലല്ലോ. ഡ്രഗ്സിനകത്തോട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഡിപ്പെൻഡൻസിയിലേക്ക് പോകുന്നവരുണ്ട്. ഇതൊക്കെ ധാരാളമായിട്ട് ഇന്ന് വരുന്നുണ്ട്. ഈ സൈക്കോളജി, നമുക്ക് സൈക്യാട്രിക് ഇഷ്യൂസ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴേ അവിടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആഡിക്വേറ്റ് ആയിട്ട് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ലൈക്ക് സെറിറ്റോണിൻ, ഇല്ലെങ്കിൽ ഓക്സിറ്റോസിനൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒറ്റയ്ക്ക് പോയി ആരുമായിട്ട് ഒന്നിച്ച് വരുന്ന ഭക്ഷണം പോലും കഴിക്കത്തില്ല, സ്വയം ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഡൊപാമൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഏതാണ്ടൊരു 100ഓളം വരുന്നത്. ഇതിനകത്തും ചില കുറവ് വരുമ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാനും സപ്ലിമെൻറ്റ് ചെയ്യാനാണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈക്കാട്രി മെഡിസിൻ കൊടുക്കുന്നത്. അപ്പം ആ സൈക്കാട്രി മെഡിസിൻ്റെ കൂടെ അവർ ന്യൂട്രീഷൻ രണ്ടുകൂടെ വരുമ്പോഴത്തേക്ക് അവർക്ക് കോസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ ഒരു ഭാഗം വരുമ്പോൾ സൈക്യാട്രി മെഡിസിൻ ഇപ്പം ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് കൺട്രിയിൽ സൈക്യാട്രിസ്റ്റുകളുടെ മെഡിസിൻസ് യൂസ് ചെയ്യാറില്ല. അവരെല്ലാം ചേഞ്ച് ചെയ്തു. ദേ ആർ ഗോയിങ് ഇൻ ടു ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ. കാരണം അത് ഈ ഇപ്പൊ മുമ്പേ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമിൻ, സെറട്ടോണിൻ, മറ്റേ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം, മെലറ്റോണിന്, ഓക്സിറ്റോസിൻ, ഇതെല്ലാം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാത്ത് നോക്കി എല്ലാം ഭയങ്കര ന്യൂട്രിയൻസ് ആണ്.
വേറൊന്നുമില്ല. ഉം. യു നീഡ് ഗുഡ് ഫാറ്റ്, യു നീഡ് ഗുഡ് ന്യൂട്രിയൻസ്, ഗുഡ് മിനറൽസ്, പിന്നെ ആവശ്യമുള്ള അമിനോ ആസിഡ്സ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഇതെല്ലാം ഉണ്ടാക്കും. ഉം. ഇത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതിനെ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ കിട്ടുന്നില്ല. അതേ ഇന്നത്തെ ഇഷ്യൂ. അങ്ങനെ ന്യൂട്രീഷൻ ഇപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും. ഉം. അതായത് ഈ റിസപ്റ്ററിൽ നിന്ന് പോകുന്ന ട്രാൻസ്മിഷൻ അതിന് ബ്ലോക്ക് ചെയ്യും. ഉം. അപ്പൊ നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മുടെ അപ്പം ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ നമ്മൾ വേഗം സ്ലീപ്പ് ചെയ്യും, നമ്മള് കൂടുതൽ ഉറങ്ങുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സൈക്കാട്രിക് ഭയങ്കര വിശപ്പ്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചുമ്മാ അങ്ങ് തിന്നുകയാണ്, പെട്ടെന്ന് വണ്ണം വെക്കും. ഉം. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെയുള്ള ഡ്രോബാക്സ് വരുന്നുണ്ട്. കാരണം ബ്ലോക്കിംഗ് അല്ല ആവശ്യം. ഇപ്പൊ പല മെഡിസിൻസും ഈ പറയുന്ന ട്രാൻസ്മിറ്റേഴ്സിന്റെ റീഅപ്ടേക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഉം. ഉം. പക്ഷെ ഈ റീഅപ്ടേക്കിനെ കറക്റ്റ് ചെയ്താൽ മതി. ഉം. ഉം. ശരിക്കും പറയുകയാണെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഏറ്റവും വലിയ കറക്റ്റീവ് മെക്കാനിസം ആയിട്ട് 3-4 മിനറൽസിന്റെ ബാലൻസിലാണ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ബാലൻസിലാണ് ഇരിക്കുന്നത്. ഉം. ഈ ബാലൻസ് കറക്റ്റ് ചെയ്യണേ ബാക്കിയുള്ള ന്യൂട്രിയൻസ് കറക്റ്റ് ചെയ്യണം, ഉം. ഉം. ഡൈജഷൻ കറക്റ്റ് ആണ്, ഉം. ഗട്ട് ഫ്ലോറ കറക്റ്റ് ചെയ്യണം, അങ്ങനെ പലതും ഉണ്ട്. ഉം. ഉം. അപ്പൊ അപ്പം ഒരു ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ ആണ് സൈക്കാട്രിക് ഇങ്ങനത്തെ പ്രോബ്ലത്തിന്, എസ്പെഷ്യലി ഇൻ പ്രഗ്നൻസി. കാരണം എന്ന് വെച്ചാൽ പ്രഗ്നൻസിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചറാണ്. ആ സമയത്ത് സൈക്യാട്രി ഒഴിവാക്കുകയും വേണം. ഫ്യൂച്ചർ ജനറേഷന്റെ ഹെൽത്ത് കണ്ടയിലായിരിക്കും. ഉം. 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 അതുമെല്ലാം ഉണ്ട്. ഇന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് നന്നായുണ്ടാ. ഉം. ഉം. ഇപ്പൊ നമ്മൾ നന്നായാലേ നമ്മുടെ ഗ്രേറ്റ് ചിൽഡ്രനൊക്കെ നന്നാണെങ്കിൽ നമ്മളതുപോലെ അനുസരിച്ച് നമ്മൾ കൊണ്ടുവരണം. ഉം. ഉം. ഇതാണ് നമ്മുടെ ശരിക്കും ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ. ഉം. 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 ചിലപ്പോൾ ഇതേപോലെ പറഞ്ഞു, ചിലർ പറയുമ്പോൾ സൈക്കാട്രിക് മെഡിസിൻ കഴിച്ച് പിന്നെ കൺജനിറ്റൽ ആയിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. വരുന്നുണ്ട്.